ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ആണ്. സോ ഇതിൻ്റെ പേര് കേട്ടിട്ട് ആരും ഞെട്ടണ്ട. സംഭവം ശരിക്കും സിമ്പിളാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് എടുക്കുക. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ലപോലെ കട്ട് ചെയ്ത് കളയാം. ഞാൻ ബ്രെഡിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് അടുത്തതായിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാല് ചേർക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. എന്നിട്ട് അത് അടുപ്പത്തേക്ക് വെക്കുക. അത് പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വാനിലയുടെ ടേസ്റ്റുള്ള കസ്റ്റർഡ് പൗഡർ ആട്ടോ ആഡ് ചെയ്യുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഈ ചൂടായി വരുന്ന പാലിലേക്ക് ഒഴിച്ചിട്ട് ഒരു കുറുക്ക് പാകമാവുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഈ കസ്റ്റേർഡ് മിൽക്ക് നമ്മൾ റെഡിയാക്കി വെച്ചത് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് അതിൻ്റെ മേലെ നല്ലപോലെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ലെയറും കൂടെ കസ്റ്റേർഡ് മിൽക്ക് ഒഴിക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും കൂടെ നല്ലപോലെ ബീറ്റ് ചെയ്ത് അത് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കസ്റ്റേർഡ് മിൽക്കിൻ്റെ മേലത്തെ ലെയറായിട്ട് ഈ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. അടുത്ത ലെയർ നമുക്ക് സെയിം പ്രൊസീജിയറായിട്ട് ബ്രെഡ് സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ സെറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ മേലെ തന്നെ നമ്മുടെ കസ്റ്റേർഡ് മിൽക്കും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കസ്റ്റേർഡ് മിൽക്ക് സെറ്റ് ചെയ്തതിന് ശേഷം സെയിം പ്രൊസീജിയർ കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടെ അടുത്ത ലെയറായിട്ട് നമുക്ക് ഇങ്ങനെ മേലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എന്തൊക്കെയാണോ അതൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിടുക. ഞാനിവിടെ ആൽമണ്ട്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിസ്താഷ്യം കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടതിന് ശേഷം ഒരു 15 to 30 മിനിറ്റ്സ് നമ്മൾ ഫ്രീസറിലാണെങ്കിൽ വെച്ചിട്ട് എടുക്കുക. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 1 hour ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈസി സിമ്പിളായിട്ടുള്ള അറേബ്യൻ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക.